OET എക്സാമിലെ രണ്ടാമത്തെ ടെസ്റ്റായ റീഡിംഗ് ടെസ്റ്റ് എങ്ങനെ ഈസിയാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു ലെസണിൽ മെയിനായിട്ടും OET റീഡിങ്ങിനെ കുറിച്ച് ഒരു ഓവർവ്യൂവും സ്ട്രാറ്റജിയും കുറച്ച് ജനറൽ റീഡിംഗ് ടിപ്സും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. OET റീഡിങ്ങിൽ 3 പാർട്ടാണുള്ളത്. പാർട്ട് എ, ബി ആൻഡ് സി. അതിൽ പാർട്ട് എയ്ക്ക് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 15 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. പാർട്ട് ബി ആൻഡ് സിക്ക് ടോട്ടൽ 22 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 45 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് C+ മുതൽ A ഗ്രേഡ് വരെയുള്ള സ്കോർ സ്കെയിൽ. ഒരു സ്റ്റുഡൻറ്റ് B ഗ്രേഡ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 42-ൽ 30 ക്വസ്റ്റ്യൻസ് എങ്കിലും കറക്റ്റായി ആൻസർ ചെയ്തിരിക്കണം. ഇനി സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. 3 പാർട്ടിലും 3 തരത്തിലുള്ള റീഡിംഗ് ആണ് വേണ്ടത്. പാർട്ട് എയിൽ ഫാസ്റ്റായി റീഡ് ചെയ്യുക. പാർട്ട് ബിയിൽ എക്സ്ട്രാക്റ്റിൻ്റെ ടോട്ടൽ മീനിങ് മനസ്സിലാക്കുക. പാർട്ട് സിയിലാണെങ്കിലോ കുറച്ചുകൂടെ ഡീറ്റെയിലായി വായിക്കുക. ഇനി നമുക്ക് പാർട്ട് എ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. ഈ കാണുന്നതാണ് OET റീഡിങ്ങിൻ്റെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്. ഇനി ആൻസർ ചെയ്യുന്ന ടെക്നിക്സ് നോക്കാം. പാർട്ട് എയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അതിനായി നമുക്ക് മുഴുവനായുള്ള 15 മിനിറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ 2 മിനിറ്റ് തന്നിരിക്കുന്ന എക്സ്ട്രാക്റ്റ് മുഴുവനായി വായിച്ച് മനസ്സിലാക്കാനും തുടർന്നുള്ള സമയം ആൻസർ ചെയ്യാനും പ്രയോജനപ്പെടുത്താം. ഇനി നമുക്ക് ഈ ടെക്നിക് യൂസ് ചെയ്ത് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നോക്കാം. അതിനായി ഫസ്റ്റ്ലി ഫുൾ എക്സ്ട്രാക്റ്റ് 2 മിനിറ്റ് സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാം. ഇതിൽ ആദ്യം തന്നെ ഹെഡിങ് വായിക്കുക. ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്പ്രെയിൻ അല്ലേ. ദെൻ ടെക്സ്റ്റ് വായിക്കുക. വായിക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കുവാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ടെക്സ്റ്റ് എയിൽ ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്പ്രെയിൻ ഇവയുടെയെല്ലാം ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റ് ബിയിലേക്ക് കടക്കുമ്പോൾ സിമ്പിൾ ഫ്രാക്ചേഴ്സിൻ്റെ അസസ്മെൻറ്റും അതിൻ്റെ മാനേജ്മെൻറ്റും ആണ് എന്ന് മനസ്സിലായി അല്ലേ. ദെൻ ടെക്സ്റ്റ് സി വായിക്കുമ്പോൾ പെയിൻ മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ടെക്സ്റ്റ് ഡി വായിക്കുമ്പോൾ അതിൽ സ്പ്ലിൻ്റ് അപ്ലൈ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. 1 to 7 ക്വസ്റ്റ്യൻസ് ഏത് ടെക്സ്റ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. പ്രൊസീജിയേഴ്സ് ഫോർ ഡെലിവറിങ് പെയിൻ റിലീഫ്. അതിലെ കീവേഡ്സായ പ്രൊസീജിയേഴ്സ്, പെയിൻ റിലീഫ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ക്ലിയറായി ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് സിയിൽ നിന്നാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ആ എക്സ്ട്രാക്റ്റ് മുഴുവനും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് കിട്ടിയത്. എന്നിരുന്നാലും ജസ്റ്റ് കൺഫേം ചെയ്യാനായി ടെക്സ്റ്റ് സി ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. ദ പ്രൊസീജിയേഴ്സ് to follow when splinting a fractured limb. ഓക്കെ. ഇതും ക്വസ്റ്റ്യൻ വായിക്കുന്നതോടൊപ്പം തന്നെ കീവേഡ്സായ പ്രൊസീജിയർ, സ്പ്ലിൻറ്റ്, ഫ്രാക്ചേർഡ് ലിംബ് ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ഇതും ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. നേരെ ചെന്ന് നോക്കേണ്ടത് ഡി ടെക്സ്റ്റിലാണ് അല്ലേ. ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ഡി നോക്കുക. കാരണം നമുക്ക് ഓൾറെഡി അറിയാം
സ്പ്ലിൻറ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് 1 by 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ഡിയിലാണ് അല്ലേ? ഓക്കെ, ഇത്തരത്തിലാണ് നമ്മൾ ആദ്യത്തെ 1 to 7 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഇത് വളരെ ഫാസ്റ്റായി നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഏകദേശം 20 സെക്കൻഡ്സ് മാത്രമേ 1 to 7 ക്വസ്റ്റ്യൻസിൽ ഓരോരോ ക്വസ്റ്റ്യൻസിനും ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി കുറച്ചുകൂടി ടൈം എക്സ്ട്രാ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 8th ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, 8 to 20 ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 8th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ഷുഡ് ബി യൂസ്ഡ് ടു എലിവേറ്റ് എ പേഷ്യൻസ് ഫ്രാക്ചേർഡ് ലെഗ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിലെ കീവേഡ്സ് ആയ എലിവേറ്റ്, ഫ്രാക്ചേർഡ് ലെഗ് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ചറായ ലെഗിനെ എലിവേറ്റ് ചെയ്യാൻ എന്തോന്ന് യൂസ് ചെയ്യുന്നത്, അതെന്താണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ ഏത് എക്സ്ട്രാക്റ്റാണ് നോക്കേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചല്ലോ. അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലായി ഇത് ലെഗ് ഫ്രാക്ചറിൻ്റെ മാനേജ്മെൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെമ്മറൈസ് ചെയ്തിട്ടുണ്ട് ലെഗ് ഫ്രാക്ചറിൻ്റെ മാനേജ്മെൻറ്റ് ഏത് എക്സ്ട്രാക്റ്റിലാണ് ഉള്ളതെന്ന്. അതായത് എക്സ്ട്രാക്റ്റിലെ ടെക്സ്റ്റ് ബിയിലാണ് ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി കണ്ണോടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ടെക്സ്റ്റ് ബിയിൽ നോക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ കീവേഡ്സ് മെമ്മറൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബ്രെയിൻ അത് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാനേജ്മെൻറ്റിൽ പോവുക, ഫാസ്റ്റായിട്ട് തുടക്കം മുതൽ റീഡ് ചെയ്ത് വിടുക. അപ്പോൾ കണ്ടില്ലേ, എലിവേറ്റ് ദ ലിംബ്, എ സ്ലിംഗ് ഫോർ ആം ഇഞ്ചുറീസ്, എ പില്ലോ ഫോർ ലെഗ് ഇഞ്ചുറീസ്. സോ ആൻസർ അപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു. ആൻസർ ഈസ് എ പില്ലോ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്താൽ ഡയറക്റ്റായി ആൻസർ ഉള്ള ഭാഗത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. 8 to 20 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാക്സിമം 40 സെക്കൻഡ്സ് വരെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ എക്സ്ട്രാക്റ്റിൽ കൊടുത്തിരിക്കുന്ന ഗ്ലോസറി ആസ് വെൽ ആസ് ചെറിയ നോട്ട്സ് ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ വായിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് കോൺസെൻട്രേഷനോടുകൂടി റീഡിങ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 minutes എങ്കിലും എക്സ്ട്രാ കിട്ടും. ആ സമയം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കാത്ത ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചെയ്തത് ശരിയായോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം ആയിട്ട് ഉപകരിക്കാം. ഇനി നമുക്ക് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടെക്നിക്സ് പരിചയപ്പെടുത്താം. പാർട്ട് ബിയിൽ ഇതുപോലെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ കറക്റ്റ് ഓപ്ഷൻ 2B പെൻസിൽ ഉപയോഗിച്ച് ബബിൾ ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം വായിക്കാം. അതിൽ ഓപ്ഷൻസ് വായിക്കാനേ പാടില്ല. ക്വസ്റ്റ്യൻ: if vaccines have been stored incorrectly. നെക്സ്റ്റ് നമുക്ക് അത് സിമ്പിളായ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റാം. നമുക്കത് മലയാളത്തിലേക്ക് തന്നെ ആക്കാം. വാക്സിൻ തെറ്റായ രീതിയിൽ സൂക്ഷിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇനി നമുക്ക് പാരഗ്രാഫ് മനസ്സിലാക്കി വായിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പാരഗ്രാഫ് വായിക്കുന്ന സമയം നമ്മുടെ മനസ്സിൽ സിമ്പിളാക്കിയ ആ ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവണം അല്ലേ? എന്താണ് കണ്ടെത്തേണ്ടത് അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നീട് ഓപ്ഷൻസിൽ നോക്കാതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം കിട്ടിയ ആൻസർ
isolate vaccines and contact the state or territory public health bodies and the manufacturer എന്നാണ്. ഈ ഭാഗത്താണ് ആൻസർ നമുക്ക് കിട്ടിയത്. അതിനുശേഷം ഇനി 3 ഓപ്ഷൻസും വായിക്കുക. ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് ബബിൾ ചെയ്യുക. ഇതാണ് ആൻസർ ചെയ്യേണ്ട ഒരു രീതി. ഇതിൽ നിന്നും ഓപ്ഷൻ എ ആയ ദിസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ആണ് കറക്റ്റായി ആൻസർ കിട്ടിയത് അല്ലേ? ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ ഏകദേശം 2 മിനിറ്റ് കൊണ്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കും. ഇൻകറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഓപ്ഷൻസ് ഒഴിവാക്കുന്നതും ആൻസറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉപകാരപ്രദമാകും. പാർട്ട് സിയിലെ റീഡിംഗ് ടെക്നിക്സിനെ കുറിച്ച് ഇനി നമുക്ക് ഡീറ്റെയിലായി നോക്കാം. പാർട്ട് ബിയേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ റീഡിംഗ് ആണ് ഈ പാർട്ടിന് ആവശ്യം. പാർട്ട് സിയിൽ 2 വലിയ ടെക്സ്റ്റുകളാണ് ഉണ്ടാവുക. ഓരോ ടെക്സ്റ്റിലും 8 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉള്ളത്. ഇനി നമുക്ക് പാർട്ട് സി എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നോക്കാം. ഒരു ജനറൽ ഐഡിയ കിട്ടാനായി ആദ്യമേ തന്നെ ടെക്സ്റ്റിൻ്റെ ഹെഡിങ് വായിക്കുക. ശേഷം സൈഡിലായി ഓരോ പാരഗ്രാഫിനും നമ്പർ കൊടുക്കാം. പിന്നീട് നമുക്ക് ഓപ്ഷൻസ് വായിക്കാതെ ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കാം. അത് വായിച്ചതിന് ശേഷം സിമ്പിൾ ഫോമിലേക്ക് ആക്കി മാറ്റാം. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ വായിക്കാം. 7th ക്വസ്റ്റ്യൻ is the writer suggests that the potential for harm from asbestos is increased by. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആസ്ബെസ്റ്റോസ് കൊണ്ട് ഉണ്ടാകുന്ന അപകടം കൂടുതലായി കാണുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തുടർന്ന് ഈ ക്വസ്റ്റ്യൻ ഗ്രഹിച്ചുകൊണ്ട് ആൻസറിനായി പാരഗ്രാഫിലെ ഓരോരോ സെൻറ്റൻസും വായിക്കുക. അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് എന്ന് ഓർക്കുക. ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിനായി നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ വായിക്കാൻ തുടങ്ങാം. ആസ്ബെസ്റ്റോസ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് മിനറൽ ദാറ്റ് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ഹ്യൂമൻ ലങ് ഡിസീസ്. ഈ സെൻറ്റൻസിൽ ആസ്ബെസ്റ്റോസിൻ്റെ ഹാർംഫുൾ എഫക്റ്റ് കൂടുന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സെൻറ്റൻസ് വായിക്കാം. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ എ ഹ്യൂജ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, റിലേറ്റീവ് റെസിസ്റ്റൻസ് ടു ആസിഡ് ആൻഡ് ടെമ്പറേച്ചർ, ആൻഡ് ഇറ്റ്സ് വേരിയിങ് ടെക്സ്ചേഴ്സ് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ യൂസേജ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണല്ലോ ഇത് സിമ്പിളായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലോർക്കുമ്പോൾ ആസ്ബെസ്റ്റോസിൻ്റെ ഹാർംഫുൾ എഫക്റ്റ് കൂടുവാൻ പ്രധാന കാരണം അതിൻ്റെ ഓവർ യൂസേജ് ആണെന്ന് മനസ്സിലാക്കാമല്ലോ. സോ ഇനി നമുക്ക് ആൻസർ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം ഫസ്റ്റ് പാരഗ്രാഫിലെ തുടർന്നുള്ള സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കണ്ടില്ലേ? തുടർന്ന് ഉള്ള സെൻറ്റൻസുകളിലും ആസ്ബെസ്റ്റോസിൻ്റെ വൈഡ് സ്പ്രെഡ് യൂസേജിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. സോ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസറുമായിട്ട് കൂടുതൽ മാച്ച് ചെയ്ത് നിൽക്കുന്ന ഓപ്ഷൻ സി ആണ്. സി, ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് സോ എക്സ്റ്റെൻസീവ്ലി അല്ലേ? അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ബബിൾ ചെയ്യാം. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഈ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. 8th question is the word ubiquitous in paragraph 1 suggests that asbestos fibers. നേരത്തെ ചെയ്തതുപോലെ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് ആക്കി മാറ്റാം. യുബിക്വിറ്റസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതല്ലേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാരഗ്രാഫ് 1 തന്നെ കണ്ണോടിക്കുക. ഓൾറെഡി നമ്മൾ ഓരോരോ സെൻറ്റൻസും വായിച്ചിരിക്കുന്നതുകൊണ്ട് യുബിക്വിറ്റസ് എന്ന വേർഡ് ഉള്ള സെൻറ്റൻസ് അതിൻ്റെ മുന്നിലത്തെ സെൻറ്റൻസ് മുതൽ വായിച്ചു തുടങ്ങിയാൽ മതിയാവും.
സോ നമുക്ക് വായിക്കാം. ഇറ്റ് ഡസ് നോട്ട് ഇവാപറേറ്റ്, dissolve, burn or undergo significant reactions with other chemicals. പക്ഷേ ഈ സെൻറ്റൻസ് വായിച്ചതിൽ യുബിക്വിറ്റസിൻ്റെ മീനിങ് വരുന്നതുമായി ബന്ധിപ്പിക്കാൻ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സെൻറ്റൻസ് വായിക്കാം. ബിക്കോസ് ഓഫ് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ആസ്ബറ്റോസ്, ഇറ്റ്സ് ഫൈബേഴ്സ് ആർ യുബിക്വിറ്റസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഈ സെൻറ്റൻസിൽ നിന്നും അർത്ഥമാക്കുന്നത് ആസ്ബറ്റോസ് ധാരാളമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫൈബർ എൻവയോൺമെൻറ്റിൽ എല്ലായിടത്തും ലഭ്യമാകുന്നു അല്ലെങ്കിൽ കാണപ്പെടുന്നു, ഇങ്ങനെ ഒരു മീനിങ് ആണല്ലോ. അപ്പോൾ നമുക്ക് യുബിക്വിറ്റസിൻ്റെ ഏകദേശം മീനിങ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കി കറക്റ്റായി ഓപ്ഷൻസ് മാച്ച് ചെയ്യും. ഓപ്ഷൻ 4 വായിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഏകദേശം കറക്റ്റായിട്ട് കിട്ടുക. ക്യാൻ ബി ഫൗണ്ട് എവ്രിവെയർ എന്നതാണ് ഏറ്റവും മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ. നമ്മൾ അതുകൊണ്ട് അത് ഓപ്ഷൻ എ ബബിൾ ചെയ്യാം. ഇങ്ങനെയാണ് പാർട്ട് സി നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. OET റീഡിങ്ങിൻ്റെ 3 പാർട്ടിലും വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടാണ് പാർട്ട് സി. പക്ഷെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നുവെങ്കിൽ ശരിയായി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റോളം മാത്രമേ സമയം ആവുകയുള്ളൂ. നിങ്ങൾ തെറ്റാണെന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതും പാർട്ട് സിയിൽ വളരെ ബെനിഫിഷ്യലാണ്. OET റീഡിങ്ങിന് മുഴുവനായി ഹെൽപ്ഫുള്ളാകുന്ന കുറച്ച് ജനറൽ ടിപ്സും കൂടെ ഇനി എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതെല്ലാം ജനറൽ ടിപ്സാണ്. ദിവസേനയുള്ള പ്രാക്ടീസ് നമ്മളെ ടെസ്റ്റ് ഡേയിൽ കൂടുതൽ കോൺഫിഡൻ്റായി എക്സാം അറ്റൻഡ് ചെയ്യാൻ സഹായിക്കും. അതിനായി OET ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ യൂസ് ചെയ്യുക. ഒരു ടൈമറിൻ്റെ സഹായത്തോടെ ടൈം സെറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. OET മെഡിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ജേർണൽസ് വായിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പുതിയ പുതിയ വൊക്കാബുലറീസ് കിട്ടുന്നത് നോട്ട് ചെയ്ത് വയ്ക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുന്നതും നിങ്ങളുടെ OET റീഡിംഗ് സക്സസ് ആക്കാൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.